ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവായിരുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 245 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനോടുകൂടി 14,923 മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്തു. സെൻസെക്സിൽ ഏകദേശം 848 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ 1289 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനുമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ അതുപോലെ തന്നെ മെറ്റൽ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ റാലി ഇന്ന് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരായിരുന്നു ഇന്നത്തെ ഒരു മെയിൻ ട്രെൻഡ് മേക്കേഴ്സായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ തുറന്ന് മീഡിയ തുറന്ന് ഫാർമ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരായിരുന്നു ഇന്ന് ആപ്പടെ ഡിക്ലൈനിൽ നിന്നൊരു സെക്ടറായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക്, SBI, ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് പ്രധാനമായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ സിപ്ല, എയർടെൽ, LNTയിലൊക്കെ ഒരു ഡിക്ലൈൻ ആയിരുന്നു ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും സിപ്ലയും എയർടെലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏർണിംഗ് റിസൾട്ടുകളൊക്കെ എസ്റ്റിമേറ്റിൻ്റെ അത്രയും എത്തിയിട്ടില്ല എന്നുള്ളൊരു നിരാശയായിരുന്നു അവർക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായത്. അതുപോലെ തന്നെ LNTയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ബ്രോക്കറേജ് ഫേംസൊക്കെ അവർക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു കോൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു അവർക്ക് ഒരു ഡിക്ലൈനിന് കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു നല്ല റാലിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പിൽ ഏകദേശം 1.87%, സ്മോൾ ക്യാപ്പിൽ 1.04% ഗ്രോത്ത് റാലി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, വളരെ ലോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ചിലൊരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിരുന്നു, സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. തുടർന്ന് ആ സപ്പോർട്ടിനെ എടുത്തുകൊണ്ട് ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല 14,900 നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സപ്പോർട്ട് സോണുകൾ 14,758 ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനുള്ള കാരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആദ്യമേ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒരു സപ്പോർട്ടീവ് ഉണ്ടായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ രാവിലെ പ്രത്യേകിച്ചും SGX നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു സൂചനകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ DRDOൻ്റെ വാക്സിൻ അതിന് ഇന്ന് അപ്രൂവൽ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു വാക്സിനേഷൻ പ്രോസസ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സ്പീഡി ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ മാർക്കറ്റിന് വീണ്ടും ഉത്തേജനം പകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 15,000 എന്നുള്ളൊരു റേഞ്ച്, ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു റാലികൾ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15,438, 440 വരെയുള്ള റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധ്യതകളുണ്ട്, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സ്വിങ്ങിനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേക്കൗട്ടുകൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു പ്രതീക്ഷകൾ നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് 14,750 റേഞ്ചുകളായിരിക്കും ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ടും നിലനിൽക്കുക. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് 33,300 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണിനെയൊക്കെ വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇന്ന് വളരെ ലോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ ബാങ്കിങ് സെക്ടറിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെയും നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡായിട്ട് നമുക്ക് ചെയ്യുന്നവരെ കൺസിഡർ ചെയ്യാം. ഇനി ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 33,300 എന്ന് പറഞ്ഞ ഒരു ലെവലിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു റാലികൾ ഏകദേശം 34,000 വരെ പോകാനുള്ളൊരു സാധ്യതകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻസും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു ഡിക്ലൈനിങ് മൂഡിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലും എല്ലാം തന്നെ ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡിലേക്കാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലും ഒരു മിക്സഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി മോഡസ്റ്റ് ലോസോടുകൂടി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവ് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ 0.08 പൈസയുടെ ഒരു ഗെയിൻ റിപ്പോർട്ട് ചെയ്ത് 73.21 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും സെല്ലിംഗ് തുടരുകയാണ്. 2,255 കോടിക്ക് മുകളിലുള്ളൊരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1,948 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് അത്ര ഒരു സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം.
ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ആദ്യം തന്നെ വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടിൻ്റെ അടുത്ത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ്, മദേഴ്സ് ആൻഡ് സുമി, ബർജർ പെയിൻറ്റ്സ്. ഈ ഒരു 3 സ്റ്റോക്കുകളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് ബ്രേക്കൗട്ട് സോണിൻ്റെ അടുത്താണ് ഈ ഒരു 3 സ്റ്റോക്കും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്കൗട്ടുകൾ നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തുറന്നൊരു പോസിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ യു പി എല്ലിൽ വീണ്ടും ഇന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഹയർ ഹൈയിലേക്ക് പോകുന്തോറും ആ ഒരു സ്റ്റോക്കിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതായിട്ടാണ് ഈ ഒരു ലോങ് ആയിട്ടുള്ള ഈ ഒരു സോൺ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ വീക്ക് ഈ ഒരു റീജിയൻ സൂചിപ്പിക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അടുത്ത 1-2 ദിവസം കൂടെ ഒരു റാലിക്ക് ശേഷം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ളൊരു ഓവർബോട്ട് റീജിയനിൽ പോയി എന്നുള്ളതുകൊണ്ട് അടുത്തൊരു കറക്ഷനുള്ള സാധ്യതകൾ നമ്മൾ വരും ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ട് പോളിക്യാബിൻ്റെ ചാർട്ടിലും നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ സ്പോട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു ബ്രേക്കൗട്ടുകൾ ഇൻഡിസിറ്റീവായിട്ടുള്ളൊരു പാറ്റേൺ ഫോം ചെയ്യുന്നുള്ള ബ്രേക്കൗട്ടിന് ശേഷം വീണ്ടും ഒരു അപ്സൈഡിലുള്ള ഒരു കൺഫർമേഷൻ തരുന്നതായിട്ടാണ് പാറ്റേൺസ് കാണാനുള്ളത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം ഇന്നത്തെ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഏകദേശം 1690 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ പോളിക്യാബിൽ നമുക്കൊരു പോസിബിലിറ്റി പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ അനുപം രസായനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഹയർ ഹൈ ഫോർമേഷനോടുകൂടി സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 52 വീക്ക് ഹൈയിലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ ഫോം ചെയ്തതിന് ശേഷം ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ കറക്ഷൻ, വീണ്ടും ഒരു ഹൈ ഫോർമേഷൻ കറക്ഷൻ, ഹൈ ഫോർമേഷൻ ഒരു കൺസോളിഡേഷൻ, അങ്ങനെ ഇപ്പോൾ വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയ്ക്കുള്ളൊരു വക ഈ ഒരു സ്റ്റോക്കിൽ ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ഈ ഒരു സ്റ്റോക്കിനെയും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റോക്കിലും ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട ഫോക്കസിൽ നിന്നൊരു സ്റ്റോക്കായിരുന്നു ശില്പ മെഡിക്കെയർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സബ്സിഡറി ശില്പ ബയോളജിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവരും ഡോക്ടർ റെഡ്ഡീസുമായിട്ടൊരു 3 വർഷത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു. സ്പുട്നിക് 5 എന്ന കോവിഡ് വാക്സിൻ അതിൻ്റെ ഉൽപ്പാദനവും അതുപോലെ തന്നെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു 3 വർഷത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശില്പ മെഡിക്കെയറിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിന് വരും ദിവസങ്ങളിലും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോളോ ഹോസ്പിറ്റലുമായിട്ട് ഇവർ സ്പുട്നിക് 5 വാക്സിനേഷനായിട്ടുള്ളൊരു ടൈപ്പ് ഡോക്ടർ റെഡ്ഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഹെസ്റ്റർ ബയോസയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരത് ബയോടെക്കുമായിട്ട് കോവാക്സിൻ്റെ ഉൽപ്പാദനത്തിനായിട്ട് ഭാരത് ബയോടെക്കുമായിട്ടൊരു ഒരു സംസാരം നടത്താൻ സാധ്യതകളുണ്ട് എന്നുള്ളൊരു വാർത്തകൾ ഇന്ന് ആർട്ടിക്കിളുകളിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധ്യതകൾ മാത്രമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് ഭാരത് ബയോടെക്കുമായിട്ട് സംസാരിക്കാനുള്ള. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിൻ്റെ വരും ദിവസങ്ങളിലൊരു ഫോർമേഷൻ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ന്യൂസ് സാധ്യതകളൊക്കെ കൺഫേം ആവുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെസ്റ്റർ ബയോസയൻസിലും നമുക്കൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ടി.വി.എസ്. മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻടോർക്ക് എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് കണക്റ്റഡ് സ്കൂട്ടർ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1 ലക്ഷം എന്നുള്ള ഒരു സെയിൽസ് അതിനെ ക്രോസ് ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എയർടെലിൻ്റെ Q4 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ ഒരു നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 759 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 5237 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു നിലനിന്നത്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ അവർക്ക് 853 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിയുമ്പോൾ മാർച്ച് ക്വാർട്ടറിലേക്ക് വരുമ്പോൾ ഒരു ഡിപ്പാണ് അവർക്കുണ്ടായിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 12% വർധനവ് ഉണ്ടായിരിക്കുന്നു. 25,747 കോടി വരുമാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഓരോ റീജിയൻ വൈസ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ റവന്യൂവിൽ ഏകദേശം 17.5% വർധനവും ആഫ്രിക്ക റവന്യൂവിൽ 21.7% വർധനവും ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആവറേജ് റേറ്റ് പെർ യൂസർ ARPU നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ തന്നെ ബെസ്റ്റായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 145 രൂപ പെർ യൂസർ അവർക്ക് 145 രൂപ വരുമാനമായിട്ട് നിലനിൽക്കുന്നു. കഴിഞ്ഞ വർഷം അത് 135 രൂപയായിരുന്നു. ഇനി അടുത്തിട്ട് കോൾഗേറ്റ് പാൽമോലിവിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 54.1% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 314 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ
വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 204 കോടിയായിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 19.8% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 1283 കോടി വരുമാനമായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ 1071 കോടിയായിരുന്നു നിലനിന്നത്. ഇനി അടുത്തായിട്ട് ശക്തി പമ്പ്സിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റ് വീണ്ടും ഒരു വർധനമാണ് അവർക്ക്. കഴിഞ്ഞ വർഷം 6 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നും 30 കോടിയുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് അവർ ഉയർന്നിരിക്കുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ലൊരു വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട്. ഏകദേശം 319 കോടി ടോട്ടൽ വരുമാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 92 കോടിയായിരുന്നു നിലനിന്നത്. ഇനി അതുപോലെ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ അനലിസ്റ്റിൻ്റെയൊക്കെ ഏണിങ്സ് എസ്റ്റിമേറ്റിൻ്റെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ബീറ്റ് ചെയ്തുകൊണ്ടാണ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 58% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 477 കോടി. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 301 കോടിയായിരുന്നു നിലനിന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 16.8% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 1420 കോടി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നു. അടുത്തായിട്ട് റാനെ ബ്രേക്കിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 53.1% വർധനവുണ്ടായിരിക്കുന്നു. 9.3 കോടിയിൽ നിന്നും 14.3 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുകയാണ്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 25% മുകളിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 148 കോടി വരുമാനമായിട്ട് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അത് 118 കോടിയായിരുന്നു നിലനിന്നത്. ഇനി അടുത്തായിട്ട് നാറ്റ്കോ ഫാർമ അവർ എലിലില്ലിയായിട്ട് കൊറോണ വാക്സിൻ്റെ ഇന്ത്യയിൽ അവൈലബിൾ ആക്കാനുള്ള ഒരു പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ സൺഫാർമയൊക്കെ എലിലില്ലിയായിട്ട് ഇതിനുള്ള ഒരു പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ നാറ്റ്കോ ഫാർമയും ഈ ഒരു പാക്റ്റ് സൈൻ ചെയ്തതായിട്ട് അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇവരുടെ ഒരു Q4 എസ്റ്റിമേറ്റ് റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ലൊരു റിസൾട്ട്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 16% വളർച്ച ഉണ്ടായിട്ടുണ്ട് അവർക്ക്. 1753 കോടി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 17% വർധനവ് അവിടെയും ഉണ്ടായിരിക്കുന്നു. 380 കോടിക്ക് അടുത്താണ് നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 5 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻറ്റും അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ചെവിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്പെഷ്യൽ ഡിവിഡൻ്റായിട്ട് 175 രൂപ ഈ ഒരു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിവിഡൻ്റായിട്ട് 175 രൂപ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടായിരുന്നു നിലനിന്നത്. ഇനി അടുത്തായിട്ട് ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി ഇവർക്ക് സെബിയുടെ ഭാഗത്തു നിന്നും ഏകദേശം 1107 കോടിയുടെ IPOയ്ക്കുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇതിനുള്ള DRHP ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇൻ്റഗ്രേറ്റഡ് മെറ്റൽ പ്രൊഡ്യൂസിങ്ങിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഫെറോ അലോയ്സ് നിർമ്മിക്കുന്നതിൽ ഇന്ത്യയിലുള്ള ഒരു ലാർജസ്റ്റ് പ്രൊഡ്യൂസറുമാണ് ഇവർ. അപ്പോൾ ഇവരുടെ IPO തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഇവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റകളും ഈ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അനാലിസിസ് നടത്തുക. അനാലിസിസിലൂടെ കടന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.